വി.ഡി. സതീശൻ സർക്കാർ അധികാരമേറ്റിട്ട് ഇന്ന് ഒരു മാസം. ആശാവഹമായ നിരവധി തീരുമാനങ്ങൾ ഒരു മാസത്തിനിടെയുണ്ടായി. വിവാദങ്ങളും യു ടേണുകളും കേരളം കണ്ടു. സർക്കാരിനെ വിലയിരുത്താൻ ഒരു മാസം എന്നത് അനുചിതമാണ്. അതിനാൽ കാത്തിരിക്കാം സർക്കാരിനെ കുറിച്ചുള്ള സസൂക്ഷ്മ വിലയിരുത്തലിന്. നാളെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അവതരിപ്പിക്കുന്ന ആദ്യ ബജറ്റാണ്. പ്രതീക്ഷകൾ കുന്നോളമുണ്ട്, വിഭവങ്ങൾ പരിമിതവും. വിസ്മയങ്ങൾ കാത്തിരിക്കുകയാണ് കേരളം. നാളത്തെ ബജറ്റ് പുതുയുഗ പിറവിക്ക് തുടക്കമിടുമോ അതോ കണ്ണിൽ പൊടിയിടുന്നതാകുമോ? കാത്തിരിക്കാം. ഞാൻ ബി ദിലീപ് കുമാർ. പ്രിയ പ്രേക്ഷകർക്ക് പൊതുജനം കഴുതയല്ല സാറിലേക്ക് സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ. എബോളയുമായി ബന്ധപ്പെട്ട് ആശങ്ക വേണ്ടെന്ന് ആരോഗ്യവകുപ്പ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ 52 വയസ്സുകാരിയെ പ്രവേശിപ്പിച്ചതോടെയാണ് എബോള വീണ്ടും പൊതുമധ്യത്തിൽ ചർച്ചയാകുന്നത്. അതേസമയം അപകട സാധ്യതകൾ കുറയ്ക്കണമെന്നും അതീവ ജാഗ്രത വേണമെന്നും ആരോഗ്യവകുപ്പ് ഓർമ്മിപ്പിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ആശങ്ക വേണ്ട, ജാഗ്രത മതി. നിപ്പയ്ക്കും ഷിഗല്ലയ്ക്കും പുറമെ എബോള സംശയം കൂടി നിഴലിച്ചതോടെ സംസ്ഥാനം അതീവ ജാഗ്രതയിലാണ്. ആശങ്കപ്പെടേണ്ടുന്ന സാഹചര്യമില്ലെന്നാണ് ആരോഗ്യവകുപ്പും സംസ്ഥാന സർക്കാരും അറിയിക്കുന്നത്. എബോള രോഗം സംശയിക്കുന്ന സാഹചര്യത്തിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത്. റിസ്ക് എടുക്കേണ്ട, അതിനാൽ ജാഗ്രത തുടരണമെന്ന മുന്നറിയിപ്പും ആരോഗ്യവകുപ്പ് നൽകുന്നു. എബോള സംശയിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന യുവതിയുടെ കാര്യത്തിൽ ആശങ്കപ്പെടാനില്ലെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരനും അറിയിച്ചു. ഉഗാണ്ടയിൽ നിന്ന് വന്ന ഒരു വനിതയാണ്. അവരെ പനിയും ഛർദി അനുഭവപ്പെട്ടതിനെ തുടർന്ന് അവരെ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഐസൊലേറ്റഡ് വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. പരിശോധന റിസൾട്ട് വന്നിട്ടില്ല. പക്ഷേ പ്രാഥമികമായി നോക്കുമ്പോൾ ഭയപ്പെടാനില്ല എന്നാണ് മെഡിക്കൽ സൂപ്രണ്ട് പറഞ്ഞത്. സുഡാനിൽ നിന്ന് രോഗം സംശയിക്കുന്നയാൾ ഉഗാണ്ടയിലേക്ക് പോവുകയും പിന്നീട് അവിടെ നിന്ന് കേരളത്തിലേക്കും വന്നു. രോഗലക്ഷണങ്ങൾ പ്രകടമായതോടെ ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. എബോള സംശയത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ കഴിയുന്ന 52 വയസ്സുകാരിക്ക് കാര്യമായ രോഗലക്ഷണങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഡോക്ടർമാരുടെ സംഘം അറിയിക്കുന്നത്. നിലവിലിവർ പ്രത്യേക മെഡിക്കൽ സംഘത്തിന്റെ കർശന നിരീക്ഷണത്തിലാണ്. രോഗിയുടെ രക്തസാമ്പിളുകൾ ശേഖരിച്ച് എബോള വൈറസ് ബാധയുണ്ടോ എന്ന് സ്ഥിരീകരിക്കുന്നതിനായി തിരുവനന്തപുരത്തെ ലബോറട്ടറിയിലേക്ക് അയച്ചിരിക്കുകയാണ്. ഫലം ഉടനെത്തും. പോസിറ്റീവാണെങ്കിൽ കനത്ത ജാഗ്രതയിലേക്ക് സംസ്ഥാനം പോകേണ്ടി വരും. 2014-16 കാലഘട്ടത്തിൽ പടിഞ്ഞാറൻ ആഫ്രിക്കയിലുണ്ടായ എബോള വ്യാപനത്തിൽ 28,600-ലധികം പേർക്ക് രോഗം ബാധിച്ചിരുന്നു. 1976-ൽ എബോള കണ്ടെത്തിയതിനു ശേഷമുള്ള ഏറ്റവും വലിയ വ്യാപനമായിരുന്നു അത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് കോങ്കോയിൽ ഇതിനു മുമ്പ് എബോള റിപ്പോർട്ട് ചെയ്തത്. അന്ന് 34 പേർ മരിച്ചു. 2018-2020 കാലത്ത് എബോള വൈറസ് ബാധിച്ച 2300 പേരാണ് ഇവിടെ മരിച്ചത്. 24 തിരുവനന്തപുരം. ഏതായാലും ഇതിൽ ആശങ്ക വേണ്ട എന്ന കാര്യം ആരോഗ്യവകുപ്പ് തന്നെ അറിയിച്ചിട്ടുണ്ട്. അത് ഒരു ജാഗ്രതയുടെ ഭാഗമായാണ് യുഗാണ്ട വഴി എത്തിയ പാലാ സ്വദേശിനിയെ ഇപ്പോൾ ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. രോഗലക്ഷണങ്ങൾ അത് ഇതുവരെ ഉള്ള രോഗലക്ഷണങ്ങൾ കണക്കാക്കിയാൽ അത് എബോളയുടേതല്ല എന്ന നിഗമനത്തിലാണ് ഡോക്ടേഴ്സ് ഉള്ളത്. പക്ഷേ ഇക്കാര്യത്തിൽ അന്തിമ പരിശോധനാ ഫലം വരേണ്ടതുണ്ട്. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട എബോള വൈറസ് എന്താണ്, എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ? കൂടുതൽ അറിയാം. ന്യൂസ് ഡെസ്കിൽ നിന്ന് ക്രിസ്റ്റീന ചെറിയൻ തയ്യാറാക്കിയ എക്സ്പ്ലെയിനർ. അരനൂറ്റാണ്ടായി മാനവരാശിയെ വേട്ടയാടുന്ന ഒരു വൈറസ്. പല രാജ്യങ്ങളിലും ഈ പേര് കേട്ടാൽ തന്നെ ഭീതി പടരും. എബോള ഇപ്പോൾ പുതിയൊരു രൂപത്തിൽ കിഴക്കൻ കോങ്കോയിലും ഉഗാണ്ടയിലും ഭീതി പരത്തുകയാണ്. എന്താണ് എബോള? വവ്വാലുകളുടെയും കുരങ്ങുകളുടെയും ശരീരത്തിൽ ഒളിച്ചിരുന്ന് അവസരം പാർത്തിരിക്കുന്ന ഒരു വൈറസാണ് എബോള. കോങ്കോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നീ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഭീതി വിതച്ച് എബോള വ്യാപനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. 180-ലേറെ മരണം, 800-ലേറെ പേർക്ക് രോഗബാധ. ബൂന്തി ബ്യൂഗോ എന്ന വകഭേദമാണ് ഇപ്പോൾ ഭീതി പടർത്തുന്നത്. എന്താണ് ഭയത്തിന് കാരണം? വാക്സിൻ ഇല്ല, കൃത്യമായ ചികിത്സയുമില്ല. വൈദ്യശാസ്ത്രത്തിന് ലക്ഷണങ്ങളെ നേരിടാൻ മാത്രമേ ആകുന്നുള്ളൂ. പുതിയ വകഭേദത്തിന് വാക്സിൻ വരാൻ ചുരുങ്ങിയത് 9 മാസമെങ്കിലും വേണം. അതുവരെ എബോള അതിന്റെ ഭീകരവാഴ്ച തുടരും. ചരിത്രം പറയുന്ന ഭയപ്പെടുത്തുന്ന കഥ.
1976 എബോള ആദ്യമായി തിരിച്ചറിഞ്ഞത്. ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയിലെ ഇറ്റൂരി പ്രവിശ്യയിലാണ് പുതിയ വകഭേദം ആദ്യം റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ ഓഗസ്റ്റിലും കോങ്കോയിൽ രോഗബാധയുണ്ടായി. ഇത് 17ാം തവണയാണ് കോങ്കോയിൽ രോഗബാധയുണ്ടാകുന്നത്. അന്ന് ജീവൻ നഷ്ടമായത് 34 പേർക്ക്. 2014 മുതൽ 2016 വരെ രോഗം ബാധിച്ചത് 28,000-ലധികം പേർക്ക്, മരിച്ചത് 10,000-ലേറെ. 2018 മുതൽ 2020 വരെ എബോള ബാധിച്ച് മരിച്ചത് 2,300 പേർ. എങ്ങനെയാണ് രോഗം പടരുന്നത്? ആഫ്രിക്കൻ പഴന്തീനി വവ്വാലുകൾ, കുരങ്ങുകൾ തുടങ്ങി വനത്തിലെ സസ്തനികളുടെ ശരീരത്തിലെ എല്ലാത്തരം സ്രവങ്ങളിലും വൈറസ് കാണപ്പെടാം. ഇവയുടെ രക്തം, വിസർജ്യം എന്നിവയിലൂടെ രോഗാണുക്കൾ മനുഷ്യരിലേക്ക് വ്യാപിക്കാം. ഇവയുടെ മാംസം ശരിയായി പാകം ചെയ്യാതെ ഭക്ഷിക്കുന്നതും രോഗം ബാധിക്കാൻ കാരണമാണ്. രോഗബാധിതരിലൂടെയോ രോഗം മരിച്ചവരുടെ രക്തത്തിലൂടെയോ വിസർജ്യത്തിലൂടെയോ മറ്റ് സ്രവങ്ങളിലൂടെയോ വേഗത്തിൽ രോഗം പടരാം. രോഗലക്ഷണങ്ങൾ എന്തൊക്കെ? പെട്ടെന്നുണ്ടാകുന്ന ശക്തമായ പനി, തൊണ്ടവേദന, പേശീവേദന, തളർച്ച, ഛർദി, വയറിളക്കം. ആന്തരിക ബാഹ്യ രക്തസ്രാവവും സാധാരണമാണ്. വൈറസ് ശരീരത്തിൽ പ്രവേശിച്ചാൽ 2 ദിവസം മുതൽ 3 ആഴ്ചയ്ക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. ആദ്യ ലക്ഷണം കടുത്ത പനിയാണ്, പിന്നീട് കടുത്ത ക്ഷീണം, ബാക്കി ലക്ഷണങ്ങൾ പിന്നാലെ എത്തും. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തനിയെ മാറും. ചിലർക്ക് രക്തസ്രാവമുണ്ടാകും. അങ്ങനെ വന്നാൽ കാലക്രമേണ കരൾ, വൃക്ക തുടങ്ങിയ അവയവങ്ങൾക്ക് തകരാറും മരണവും വരെ സംഭവിച്ചേക്കാം. മരണനിരക്ക് 50 മുതൽ 90 വരെ % മരണനിരക്കാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. വായുവിലൂടെ പകരുമോ? വായുവിലൂടെ ഈ വൈറസ് പകരില്ല. രോഗപ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണ്? കോൺടാക്ട് ട്രേസിംഗ്, രോഗികൾക്ക് ക്വാറന്റീൻ, ഐസൊലേഷൻ, സമ്പർക്ക വിലക്ക്. എബോള വ്യാപനത്തിൽ ആശങ്കപ്പെടണോ? വിമാനങ്ങൾ ലോകത്തിലെ ദൂരങ്ങളെ ചുരുക്കിയ കാലത്ത് വൈറസിന് ദൂരം ഒരു പ്രശ്നമേ അല്ല. എബോള ബാധിതനായ ഒരൊറ്റ യാത്രക്കാരന് ആരോഗ്യ പ്രതിസന്ധിയിലേക്ക് മറ്റൊരു സ്ഥലത്തെ മാറ്റാൻ കഴിയും. നിലവിലെ അപകടകരമായ സാഹചര്യം കണക്കിലെടുത്ത് ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട്. കോങ്കോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് പ്രത്യേക ആരോഗ്യ പരിശോധനയുണ്ട്. എബോള സംശയിക്കുന്നവരുമായി സമ്പർക്കമുണ്ടെങ്കിൽ എയർപോർട്ട് ഇമിഗ്രേഷൻ ക്ലിയറൻസിന് മുമ്പ് ഹെൽപ്പ് ഡെസ്കിനെ അറിയിക്കണമെന്ന് നിർദ്ദേശവുമുണ്ട്. ഹൈറിസ്ക് രാജ്യങ്ങളിൽ നിന്ന് വന്നവർക്ക് 21 ദിവസത്തെ നിരീക്ഷണമുണ്ട്. ഭയം വേണ്ട, എന്നാൽ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നതും മറക്കേണ്ട. സംസ്ഥാനത്ത് ഇന്ന് 19 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. 68 പേർക്ക് ഡെങ്കിയും 14 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് ഒരു ഡെങ്കിപ്പനി മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 13,849 പേരാണ് പകർച്ചപ്പനി ബാധിച്ച് ആശുപത്രികളിൽ ചികിത്സ തേടിയത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അലക്സ്ര മുഹമ്മദ് ചേരുന്നു. അലക്സ്ര മുഹമ്മദ്, എന്തൊക്കെയാണ് ഇന്നത്തെ ഈ പകർച്ചപ്പനിയുമായി ബന്ധപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ? ദിലീപ്, പകർച്ചപ്പനി, ഡെങ്കിപ്പനി, ഷിഗല്ല, മഞ്ഞപ്പിത്തം, ചിക്കൻ പോക്സ്, എലിപ്പനി, മലേറിയ ഉൾപ്പെടെ സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം അതിരൂക്ഷമായി തുടരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കണക്കുകൾ തെളിയിക്കുന്നത്. ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. സംസ്ഥാനത്ത് നിന്ന് 19 പേർക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരത്ത് 2, കൊല്ലത്ത് 1, എറണാകുളത്ത് 1, തൃശ്ശൂരിൽ 3, കോഴിക്കോട് 9, കണ്ണൂരിൽ 2, മലപ്പുറത്ത് 1 എന്നിങ്ങനെയാണ് ഷിഗല്ല ബാധിതരുടെ എണ്ണം. തിരുവനന്തപുരത്ത് ബാലരാമപുരത്തും പാങ്ങപ്പാറയിലുമാണ് ഷിഗല്ല സ്ഥിരീകരിച്ചതെന്ന് ആരോഗ്യവകുപ്പിന്റെ കണക്കുകളിൽ വ്യക്തമാക്കുന്നുണ്ട്. കൊല്ലത്ത് കിളികൊല്ലൂരിലാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. എറണാകുളത്ത് മഴുവന്നൂരിലാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. തൃശ്ശൂരിൽ വള്ളത്തോൾ നഗറിലാണ് 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചത്. മലപ്പുറത്ത് പൂക്കൊട്ടൂർ അവിടെയാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. കോഴിക്കോടാകട്ടെ നാദാപുരം, എലത്തൂർ, മേലടി, വാണിന്മേൽ, തൂണേരി, തിരുവമ്പാടി, മാവൂർ, കൊളത്തറ, വയലട തുടങ്ങിയിടങ്ങളിലാണ് കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ല സ്ഥിരീകരിച്ചത്. കണ്ണൂരിൽ പാപ്പിനിശ്ശേരി, ഇരിട്ടി എന്നിവിടങ്ങളിലും ഷിഗല്ല സ്ഥിരീകരിച്ചു എന്ന് ആരോഗ്യവകുപ്പിന്റെ കണക്കുകളിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ മറ്റു പ്രധാനപ്പെട്ട കണക്കുകൾ കൂടി വരുന്നുണ്ട്. അതായത് 68 പേർക്കാണ് സംസ്ഥാനത്തെമ്പാടുമായി ഇന്ന് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. അതിൽ 297 പേർ ഡെങ്കിപ്പനി രോഗലക്ഷണങ്ങളോടുകൂടി ആശുപത്രികൾ ചികിത്സ തേടിയതായും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. 14 പേർക്ക് ഇന്ന് എലിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. 4 പേർക്ക് മലേറിയ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മഞ്ഞപ്പിത്തം 15 പേർക്ക് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചിക്കൻ പോക്സ് 80 പേർക്ക്, ഒരാൾക്ക് അമീബിക് മസ്തിഷ്കജ്വരവും ഒരാൾക്ക് മങ്കി പോക്സും സ്ഥിരീകരിച്ചിട്ടുണ്ട്. പകർച്ചപ്പനി ബാധിച്ച് ആശുപത്രികളിൽ ചികിത്സ തേടിയതെന്ന്
13,849 പേരാണ്. അതായത് സർക്കാർ ആശുപത്രികളിലെ മാത്രം കണക്കാണ്. ഇത്ര അധികം പേർ എന്ന പകർച്ചപ്പനി ബാധിച്ച ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുണ്ട്. അതിൽ തന്നെ മലപ്പുറത്താണ് പനി വ്യാപനം കൂടുതൽ. 2,530 പേർ മലപ്പുറം ജില്ലയിൽ ഇന്ന് പനി ബാധിച്ച് ചികിത്സ തേടിയിട്ടുണ്ടെന്നുള്ളതാണ് ആരോഗ്യവകുപ്പിൻ്റെ കണക്കുകളിലുള്ളത്. അതോടൊപ്പം കഴിഞ്ഞ ദിവസങ്ങളിലെ 5 മരണങ്ങൾ, അതായത് ഡെങ്കിപ്പനി, എലിപ്പനി, മഞ്ഞപ്പിത്തം, ഇൻഫ്ലുവൻസ, ഒപ്പം അക്യൂട്ട് എൻസെഫലൈറ്റിസ് തുടങ്ങിയ രോഗങ്ങൾ ബാധിച്ചാണ് എന്ന് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ 5 മരണങ്ങൾ കൂടി ഇന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിക്കുന്നു. അതായത് സംസ്ഥാനത്തെ രോഗവ്യാപനം, പ്രത്യേകിച്ച് പകർച്ചവ്യാധി വ്യാപനം അതിരൂക്ഷമായി തുടരുന്നു. അത് നിയന്ത്രണത്തിലല്ല എന്നുള്ളതാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ദിലീപ്. വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദ്. നിരവധി പ്രേക്ഷകരാണ് ഈ പകർച്ചപ്പനി ഉൾപ്പെടെയുള്ള ഈ വ്യാധികളുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളോട് പ്രതികരിക്കുന്നത്. സുജേഷ് നന്നങ്ങാടി പറയുന്നു, നിപ്പ, ഷിഗല്ല, ഡെങ്കിപ്പനി, എലിപ്പനി, ഇപ്പോൾ എബോള, എന്താണ് പ്രതിവിധി എന്ന കാര്യം. എസ് എ യശോദ പറയുന്നു, അടിയന്തരമായി ആവശ്യം വരുന്ന മരുന്നിൻ്റെ വില കുറയ്ക്കുക എന്ന്. മോഹനൻ പിലാത്തറ പറയുന്നുണ്ട്, എബോള എന്ന രോഗം പടരുന്നത് ഏതുവഴിയാണെന്ന് വിശദീകരിക്കാമോ എന്ന കാര്യം. അത് അല്പസമയം മുമ്പ് ക്രിസ്റ്റീന ചെറിയാൻ എക്സ്പ്ലെയിനറിൽ അക്കാര്യം വിശദമായി തന്നെ പറഞ്ഞിരുന്നതാണ്. ആൽഫ പറയുന്നുണ്ട്, ജാഗ്രത മാത്രം പോരാ, മുൻകരുതലും ഉത്തരവാദിത്വവും കൂടി വേണം എല്ലാവർക്കുമെന്ന്. വനജ PR പറയുന്നു, മഴക്കാലമായാൽ എന്തെല്ലാം പനികളാണ്, എന്തുകൊണ്ടാണ് തടയാൻ പറ്റാത്തത് മഴയ്ക്ക് മുമ്പ് എന്ന കാര്യം. രവികുമാർ ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ അസുഖങ്ങൾ എല്ലാ വർഷവും ഏതാണ്ട് ഈ സമയത്ത് തന്നെ വരുന്നത്? അങ്ങനെ നിരവധി പ്രേക്ഷകരാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തുന്നത്. എബോള രോഗലക്ഷണങ്ങളും മുൻകരുതലുകളും വളരെ ലളിതമായി വിശദീകരിച്ച ക്രിസ്റ്റീന ചെറിയാനെ അഭിനന്ദിക്കുന്ന നിരവധി പ്രേക്ഷകരും ഉണ്ട്. മറ്റൊരു വിശേഷത്തിലേക്കാണ് ഇനി. PM ശ്രീ പദ്ധതി തുടരാനുള്ള തീരുമാനം സൃഷ്ടിച്ച വിവാദത്തിനിടെ VD സതീശൻ സർക്കാർ ഭരണത്തിന് ഇന്ന് 1 മാസം പൂർത്തിയാകുന്നു. മുൻ സർക്കാരിൻ്റെ കാലത്തെ വിവാദ തീരുമാനങ്ങൾ തിരുത്തിയും തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിച്ചും കൊണ്ടാണ് സർക്കാർ 1 മാസം തികയ്ക്കുന്നത്. എന്നാൽ സംഘപരിവാറിന് കീഴടങ്ങുന്ന ഭരണമാണ് UDFൻ്റേതെന്നാണ് പ്രതിപക്ഷ വിമർശനം. തിരുവനന്തപുരത്ത് നിന്ന് S വിനേഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വിജയത്തുടക്കമോ? 1 മാസം കൊണ്ടൊന്നും ഒരു സർക്കാരിനെയും വിലയിരുത്താൻ കഴിയില്ല. വനിതകൾക്കുള്ള KSRTCയിലെ സൗജന്യ യാത്ര, ജനങ്ങളെ ബാധിക്കുന്ന സിൽവർ ലൈൻ പദ്ധതി, അതുപോലെ തന്നെ മറ്റുള്ള പല കാര്യങ്ങളിലും സർക്കാരിൻ്റെ ഇടപെടലെല്ലാം തന്നെ വലിയ കയ്യടി നേടിയിരുന്നു. അപ്പോഴും ഡെമോക്രാസിൻ്റെ വാളുപോലെ PM ശ്രീ തലയ്ക്ക് മുകളിലുണ്ട്. ഞാൻ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യും. അധികാരമേറ്റ സത്യപ്രതിജ്ഞാവേദിയിൽ തന്നെ വിവാദങ്ങളും തുടങ്ങി. ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചത് തെറ്റായ നടപടിയാണെന്നും ബഹുസ്വര സമൂഹത്തിന് നിരക്കാത്തതാണെന്നും CPIM വിമർശിച്ചു. ലോക്ഭവനെ പഴിചാരി മുഖ്യമന്ത്രി മറുപടി നൽകി. ഞങ്ങൾക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഈ വന്ദേമാതരം മുഴുവൻ ആലപിക്കുന്നത്. അത് രാജ്ഭവനിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ചിട്ടാണ്. അതേ വേദിയിലെ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന പ്രയോഗവും ചർച്ചയായെങ്കിലും മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ വിവാദം അവസാനിച്ചു. എൻ്റെ അച്ഛൻ്റെ പേര് കൂടി പറയണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഫുൾ നെയിം ഞാൻ വായിച്ചു. സാധാരണ അങ്ങനെയാണല്ലോ, ഇപ്പോൾ പാസ്പോർട്ടിൽ എഴുതുന്നത് അങ്ങനെയല്ലേ. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ LDF സർക്കാരിനെ കുറ്റപ്പെടുത്തിയ ബന്ധു നിയമനം UDF സർക്കാരിനെ വലച്ചു. മന്ത്രിയും KPCC അധ്യക്ഷനുമായ സണ്ണി ജോസഫിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് സഹോദരി ഭർത്താവ് ബെന്നി തോമസിനെ നിയമിച്ചതായിരുന്നു വിവാദം. DCC ജനറൽ സെക്രട്ടറി, പൊതുപ്രവർത്തകൻ എന്നൊക്കെയുള്ളതാണ് മാനദണ്ഡമെന്ന് സണ്ണി ജോസഫ് ന്യായീകരിച്ചെങ്കിലും പ്രതിരോധത്തിലായതോടെ തീരുമാനം മാറ്റി. ഒടുവിൽ ബെന്നി തോമസിന് രാജിവെക്കേണ്ടി വന്നു. ഇത് കൺസേൺഡ് മിനിസ്റ്റർ അദ്ദേഹത്തിൻ്റെ ആലോചനയിൽ അദ്ദേഹത്തിന് സ്വീകാര്യമായ അദ്ദേഹത്തിൻ്റെ ഓഫീസ് പ്രവർത്തനത്തിന് സഹായിക്കുന്ന വ്യക്തിയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിക്കൂട്ടിലുള്ള സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ അഭിഭാഷകനായിരുന്ന KB പ്രദീപിനെ ദേവസ്വം സ്പെഷ്യൽ പ്ലീഡറായി നിയമിച്ചതും വിവാദമായി. പ്രതിഭാഗത്തുള്ള സ്ഥാപനത്തിൻ്റെ അഭിഭാഷകനെ സ്പെഷ്യൽ പ്ലീഡറാക്കിയത് കേസ് അട്ടിമറിക്കാനാണെന്ന ആരോപണം പ്രതിപക്ഷം ശക്തമാക്കി. എല്ലാം മുഖ്യമന്ത്രിയുടെ തീരുമാനമാണെന്ന് പറഞ്ഞ് വകുപ്പ് മന്ത്രി കൈയൊഴിഞ്ഞു. ഒടുവിൽ KB പ്രദീപും രാജിവെച്ചു. ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥ മാറ്റം ദേവസ്വം മന്ത്രിയെയും ദേവസ്വം ബോർഡിനെയും 2 തട്ടിലാക്കി.
ആരോഗ്യവകുപ്പിലാകട്ടെ ഡയറക്ടർ ഡോക്ടർ റീനയെ ചുമതലയിൽ നിന്ന് മാറ്റി. സർക്കാർ ഏകപക്ഷീയമായി തീരുമാനമെടുത്തുവെന്ന് ഡോക്ടർ റീന തുറന്നടിച്ചു. ആരോഗ്യവകുപ്പ് ഡയറക്ടറോടുള്ള വകുപ്പ് മന്ത്രിയുടെ ഇഷ്ടക്കേട് പ്രതികരണത്തിൽ പുറത്തറിഞ്ഞു. അത് സർക്കാരിൻ്റെ സിസ്റ്റത്തിനോട് സഹകരിക്കാത്തവരോട് ഞങ്ങൾ ആ രീതിയിലുള്ള നടപടി ഞങ്ങൾ സ്വീകരിക്കും. ഒടുവിൽ പിഴവ് തിരുത്തി ഉത്തരവിറക്കേണ്ടി വന്നു. പകർച്ചവ്യാധി പ്രതിരോധത്തിലും നിപ്പ ഏകോപനത്തിലും ആരോഗ്യവകുപ്പിന് പിഴവുണ്ടായെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. ഏറ്റവും ഒടുവിൽ PM-ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകാനും കരാറിൽ ഇളവ് തേടാനുമുള്ള തീരുമാനത്തിലെത്തി. ഓൾറെഡി ഒരു സർക്കാർ എഗ്രിമെൻ്റ് വെച്ചതാണ്. അതിന് നിയമപരമായ നടപടിക്രമങ്ങൾ കൊണ്ട് നമ്മൾ അതിൻ്റെ അകത്ത് നിൽക്കുകയാണ്, നിർബന്ധിതരായിരിക്കുകയാണ്. കഴിഞ്ഞ സർക്കാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും SSK ഫണ്ട് വാങ്ങുന്നുള്ള നടപടി മാത്രമാണ് എടുത്തതെന്നും പ്രതിപക്ഷം വിമർശനവുമായി രംഗത്തെത്തിയതോടെ പുതിയ വിവാദത്തിന് തുടക്കമായി. LDF സർക്കാരിൻ്റെ കാലത്ത് വിമർശിക്കപ്പെട്ട നയങ്ങളും നടപടികളും തിരുത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി VD സതീശൻ അധികാരത്തിൽ 1 മാസം തികയ്ക്കുന്നത്. ജനങ്ങളുടെ എതിർപ്പിന് കാരണമായ സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയും കരിങ്കൊടി കാണിച്ച KSUക്കാരുടെ തലക്കടിച്ച പോലീസുകാരെ സസ്പെൻഡ് ചെയ്തും ADM നവീൻ ബാബുവിൻ്റെ മരണം സംബന്ധിച്ച കേസ് CBIക്ക് വിട്ടുകൊണ്ടുമാണ് VD സതീശൻ ഭരണമാറ്റത്തിൻ്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിച്ചത്. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്യാൻ ധവളപത്രമിറക്കി. അങ്കണവാടി ജീവനക്കാർക്കും പ്രീ പ്രൈമറി ജീവനക്കാർക്കും വേതനം വർദ്ധിപ്പിച്ചു. വയറ്റിൽ കത്രികയുമായി അലഞ്ഞ ഹർഷീനയ്ക്ക് ജോലി, ചികിത്സാ വീഴ്ചയിൽ മരിച്ച വേണുവിൻ്റെ കുടുംബത്തിന് സാമ്പത്തിക സഹായം തുടങ്ങിയ നടപടികളും ശ്രദ്ധേയമായി. PM-ശ്രീയിൽ UDF സർക്കാരിന് സംഘപരിവാർ വിധേയത്വമാണെന്നാണ് പ്രതിപക്ഷ വിമർശനം. സത്യപ്രതിജ്ഞ മുതൽ സംഘപരിവാറിന് വഴങ്ങിക്കൊടുത്തുവെന്ന് പാർട്ടി മുഖപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. RSS പരിപാടിയിൽ 3 VC-മാർ പങ്കെടുത്തതിൽ മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നു. PM-ശ്രീയിലും UDF സർക്കാർ നയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചതായി പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. വന്യജീവി ആക്രമണം, സംസ്ഥാനത്തെ പകർച്ചവ്യാധി, KSRTC സൗജന്യ യാത്ര, സ്ത്രീകളുടെ ക്ഷേമ പദ്ധതികൾ, വാഹന മോഡിഫിക്കേഷൻ തുടങ്ങിയ വിഷയങ്ങളിലും അനുകൂലവും പ്രതികൂലവുമായ പ്രതികരണങ്ങൾ പുറത്തുവന്നു. PM-ശ്രീ പദ്ധതി മാത്രമല്ല, സർക്കാരിൻ്റെ ധനസ്ഥിതി വളരെ മോശമാണ്. ധവളപത്രം നമ്മൾ കണ്ടതാണ്. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങളുണ്ടായത് സഭയിൽ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു ക്ഷേമ പദ്ധതിയിലേക്ക് സർക്കാരിന് എത്ര കാലം കൊണ്ട് പോകാൻ കഴിയും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. കാരണം നമ്മളുടെ സാമ്പത്തികാവസ്ഥ അങ്ങനെയാണ്. ഖജനാവ് കാലി എന്ന് തന്നെ ഇക്കാര്യത്തിൽ പറയാൻ കഴിയുകയുള്ളൂ. വിനേഷ് കുമാർ, 24, തിരുവനന്തപുരം. നിരവധി പ്രേക്ഷകരാണ് ഈ വാർത്തയോട് പ്രതികരിക്കുന്നത്. സീന മുഹമ്മദ് പറയുന്നു, പല വിവാദങ്ങളും തിരുത്തി, എന്നാലും റെയിൽ പദ്ധതി പോരായ്മകൾ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു. യാത്രാ സൗകര്യം കൂടുമ്പോൾ രാജ്യം വികസിക്കുമല്ലോ എന്നാണ് സീന മുഹമ്മദിന് പറയാനുള്ളത്. രവികുമാർ പറയുന്നു, നാളത്തെ ബജറ്റാണ് പ്രതിപക്ഷം നോക്കിയിരിക്കുന്നത്, എന്നിട്ട് വേണം സമരം ചെയ്യാൻ എന്ന കാര്യം. അലി അക്ബർ പറയുന്നു, 1 മാസം കൊണ്ടൊന്നും ഒരു ഭരണത്തെ വിലയിരുത്താൻ പറ്റില്ല എന്നത് നേര് തന്നെയാണ്, പക്ഷേ ചില നയങ്ങൾ നമ്മുടെ പോക്ക് എങ്ങോട്ടാണെന്ന് പിടികിട്ടാൻ സഹായിക്കില്ലേ എന്ന്. മിനിബാബു പറയുന്നു, നാളത്തെ ബജറ്റ് അവതരണത്തിൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ടാകുമോ? പൂവിൽ നിന്ന് തേൻ കുടിക്കുന്ന പോലെ ജനങ്ങളിൽ നിന്ന് നികുതി പിരിച്ചെടുക്കുമെന്നാണ് പറഞ്ഞിരുന്നത്, ജനങ്ങളെ അവരറിയാതെ ഊറ്റും എന്നാണ് പറയുന്നത്. ഈ നിലയിൽ നിരവധി പ്രതികരണങ്ങൾ. ഓമനാകൃഷ്ണൻ പറയുന്നു, നാളത്തെ ബജറ്റ് ജനങ്ങൾക്ക് ഉപകാരം ഉള്ളതാകട്ടെ എന്ന കാര്യം. നിരവധി പ്രേക്ഷകർ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. മറ്റൊരു വിശേഷത്തിലേക്കാണിനി. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കാനുള്ള കേരളത്തിൻ്റെ നീക്കങ്ങൾക്ക് തിരിച്ചടി. പുതിയ ഡാമിന് അനുമതി നൽകില്ലെന്ന് തമിഴ്നാട് സർക്കാർ നയപ്രഖ്യാപനത്തിൽ വ്യക്തമാക്കി. അറ്റകുറ്റപ്പണികൾക്ക് ശേഷം ഡാമിൻ്റെ സംഭരണശേഷി 152 അടിയാക്കി ഉയർത്തുമെന്നും തമിഴ്നാട് അറിയിച്ചിട്ടുണ്ട്. വിശദമായ റിപ്പോർട്ട് ചെന്നൈയിൽ നിന്ന് മനേഷ് മൂർത്തി തയ്യാറാക്കിയത് കാണാം. സുരക്ഷിതമോ ഡാം? സർക്കാരുകൾ മാറിയാലും മുല്ലപ്പെരിയാർ അടക്കം വൈകാരിക വിഷയങ്ങളിൽ തമിഴ്നാടിന് കടുത്ത നിലപാട് തന്നെയെന്ന് വ്യക്തമാക്കുകയാണ് ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള സർക്കാരും. നിയമസഭാ സമ്മേളനത്തിന് ശേഷം മുല്ലപ്പെരിയാർ വിഷയത്തിൽ വിജയുമായി ചർച്ച നടത്തുമെന്ന് VD സതീശൻ പറഞ്ഞതിന്റെ പിറ്റേന്നാണ് തമിഴ്നാടിന്റെ നയപ്രഖ്യാപനം. മുല്ലപ്പെരിയാറിന്റെ കാലപ്പഴക്കവും ബലക്ഷയവും ചൂണ്ടിക്കാട്ടിയാണ് പുതിയ ഡാം എന്ന ആശയം കേരളം മുന്നോട്ട് വെച്ചത്. ഇതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടും വർഷങ്ങളായി. TVK സർക്കാരിൽ കോൺഗ്രസ് ഘടകകക്ഷിയാവുകയും കേരളത്തിൽ UDF അധികാരത്തിലെത്തുകയും ചെയ്തതോടെ പുതിയ ഡാമിനായുള്ള നീക്കം കേരളം സജീവമാക്കി. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം ഉണ്ടാവുക എന്നത് തന്നെയാണ് കേരള ഗവൺമെൻറ്റിൻ്റെ അടിസ്ഥാന നിലപാട്. ഇത് നമ്മൾ സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് ഇതുവരെ നടന്നിട്ടുള്ളത്. തമിഴ്നാട് ഗവൺമെൻറ്റുമായി നമ്മളൊരു അഭിപ്രായ സമന്വയത്തിലേക്ക് വരാനുള്ള ശ്രമം നടത്തണം. അപ്പോൾ കേരള ഗവൺമെൻറ്റും തമിഴ്നാട് ഗവൺമെൻറ്റും തമ്മിൽ പുതിയ 2 ഗവൺമെൻറ്റുകളാണ്. അപ്പോൾ 2 മുഖ്യമന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ ഈ വിഷയങ്ങൾ അഭിപ്രായ സമന്വയത്തോടെ ചർച്ച ചെയ്ത് ഒരു ധാരണയിലേക്ക് എത്താൻ കഴിയുമോ എന്ന വിഷയം പരിശോധിക്കേണ്ടതാണ്.
അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു നീക്കം നടത്തിയാൽ തമിഴ്നാട് കേരള ഗവൺമെൻറ്റുകൾ തമ്മിൽ അഭിപ്രായ സമന്വയത്തോടെ നമുക്കൊരു ധാരണയിലേക്ക് എത്താൻ കഴിയൂ. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്തും നിലപാട് ഇത് തന്നെയായിരുന്നു. തമിഴ്നാടിനെ വിശ്വാസത്തിലെടുത്ത് കേരളത്തിന്റെ ആശങ്ക പരിഹരിക്കാനുള്ള ശ്രമം. അത് ഏതടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ പാട്ടക്കരാറിന് പുറത്തുള്ള കേരളത്തിൻ്റെ 1 ഇഞ്ച് ഭൂമി പോലും വിട്ടുകൊടുക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അതിനെക്കുറിച്ച് ഒരു തല ആലോചനയും ഇല്ലെന്ന് മാത്രമല്ല, അതാണ് അതിൻ്റെ റിയലിസ്റ്റിക്കായ ഒരു കാര്യം. നമ്മുടെ ജീവൽ പ്രശ്നമായും കണ്ടുകൊണ്ട് ഇത്രയും പഴക്കമുള്ളൊരു ഡാം എന്ന നിലയിൽ ഒരു പുതിയ ഡാം ഉണ്ടാകണമെന്നുള്ള കൺസെപ്റ്റ് തമിഴ്നാടും കേരളവും തമ്മിൽ ആലോചിച്ച് തീർച്ചയായിട്ടും ചെയ്യാൻ കഴിയും. ഔട്ട് ഓഫ് കോർട്ട് ചില ഡിസ്കഷൻസ് ആകാം, അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ആ പ്രതീക്ഷയാണ് കേരളത്തിനുള്ളത്. തമിഴ്നാടിന് വെള്ളവും കേരളത്തിന് സുരക്ഷയും ഉറപ്പാക്കി പുതിയ ഡാം നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുമെന്ന് VD സതീശന്റെ പ്രഖ്യാപനം. തൊട്ടുപിന്നാലെ TVK സർക്കാരിന്റെ ഔദ്യോഗിക നിലപാട്. ഒരു കാരണവശാലും മുല്ലപ്പെരിയാർ പുതിയ ഡാം നിർമ്മിക്കാൻ അനുവദിക്കില്ല. പുതിയ അണക്കെട്ട് ആവശ്യമില്ലെന്ന് കമ്പം MLA ജഗന്നാഥ് മിശ്ര കഴിഞ്ഞ ദിവസം 24നോട് പറഞ്ഞിരുന്നു. புதிய அணை அவசியம் இல்லை. புதிய அணை அவசியம் இல்லை. முல்லை பெரியார் அணையில் எக்ஸஸ் வாட்டர் மொத்தமும் தமிழ்நாட்டுக்கு கொடு. தமிழ்நாட்டில் இப்போ கெப்பாசிட்டியை நாங்கள் கூட்டுறோம். இப்போ உங்க 132 அடியோ 35 அடியோ 36 அடியோ அதுக்கு மேலே இருக்கக்கூடிய எக்ஸஸ் வாட்டர் மொத்தமும் எங்களுக்கு அழிச்சு கொடுத்தா யாங்கள் ஜோதிக்கிறது. புதிய டேமோட அவசியம் ஒன்றும் பேடி உண்டாக்க வேண்டாம். ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ജീവനാഡിയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. 2014 സുപ്രീം കോടതി ഉത്തരവനുസരിച്ച് ഡാമിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കും. ഡാമിന്റെ സംഭരണശേഷി നിലവിലെ 142 അടിയിൽ നിന്ന് 152 അടിയാക്കി ഉയർത്താനുള്ള ശ്രമങ്ങളും ആരംഭിക്കും. അണക്കെട്ടിന്റെ ബലക്ഷയം കേരളത്തിലെ വിവിധ ജില്ലകളിലെ ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്ന തലത്തിലേക്ക് മാറിയിട്ടുണ്ടെന്നാണ് കേരളത്തിന്റെ വാദം. ആശങ്കയുണ്ടെന്ന് പ്രദേശവാസികളും പറയുന്നു. തീർച്ചയായിട്ടും ആശങ്ക ഉണ്ടാക്കും. കാരണം വെച്ചാൽ ഇനിയിപ്പം ജൂൺ മാസം കഴിഞ്ഞ് ജൂലൈ ആകുന്നു. ശക്തമായ മഴ പെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയരുകയും 42 റൂട്ട് കർവ് പ്രകാരം ജലനിരപ്പ് ഉയർന്നു കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഷട്ടർ ഉയർത്തി വെള്ളം പെരിയാർ നദിയിലേക്ക് കൊടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ആശങ്കയുണ്ട്. 142 അടി എത്തുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രളയമാണ് നമ്മൾ, അല്ലെങ്കിൽ വെള്ളത്തിന്റെ ഒഴുക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 152 അടിയും കൂടി ആക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും തേക്കടിയുടെയും കുമളിയുടെയും വെള്ളത്തിനടിയിലായി പോകും. തമിഴ്നാട് പലതവണ ഡാം പരിശോധിക്കുകയും ബലക്ഷയമില്ലെന്ന് ഉറപ്പിക്കുകയും ചെയ്തു. പിന്നീടാണ് ഡാം നിർമ്മാണം സുപ്രീം കോടതിയിലേക്ക് എത്തിയത്. അവിടെയും കേരളത്തിന് തിരിച്ചടി. തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ വന്നതോടെ സമവായത്തിലൂടെ ഡാം നിർമ്മിക്കാമെന്ന കേരളത്തിന്റെ ശ്രമങ്ങൾക്കാണ് വീണ്ടും തിരിച്ചടി നേരിട്ടത്. 24 ചെന്നൈ. പൊതുജനം കഴുതയല്ല സാർ തുടരുന്നു. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലുമൊക്കെ ചില സ്ഥലങ്ങളിൽ മത്സ്യവില്പന നടത്തുന്നിടത്ത് ചില ബോർഡുകൾ കാണാം. വിഴിഞ്ഞം ഫ്രഷ് മീൻ, നീണ്ടകര ഫ്രഷ് മീൻ എന്നൊക്കെ. ഈ വിഴിഞ്ഞം ഫ്രഷ് മീൻ എന്ന പേരിൽ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നത് തങ്ങളുടെ മീനല്ലെന്ന് വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. വിഴിഞ്ഞത്തെ മീൻ എന്ന പേരിൽ വിൽപ്പനയ്ക്കായി എത്തിക്കുന്നത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അമോണിയമിട്ട മീനാണെന്നും ഇതിനു പിന്നിൽ വൻ സംഘങ്ങളാണെന്നുമാണ് പരാതി. അതിനിടെ തിരുവനന്തപുരത്തെ ഗ്രാമീണ മേഖലകളിൽ കഴിഞ്ഞ ഒരാഴ്ച മീൻ വിഭവങ്ങൾ കഴിച്ച് ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിലുള്ളവരുടെ എണ്ണം 25ഓളമാണ്. ഏതായാലും ഈ വാർത്ത കണ്ടാരും പരിഭ്രാന്തരാകേണ്ട. ഇത് ചില സ്ഥലങ്ങളിൽ വളരെ ചെറിയ സ്ഥലങ്ങൾ, വളരെ ചെറിയ അളവിലുള്ള പ്രദേശങ്ങളിൽ മാത്രമാണ് ഈ പ്രശ്നമുള്ളത്. ഏതായാലും നമുക്ക് ആ വാർത്തയൊന്ന് കാണാം. മീനിലും തട്ടിപ്പോ. തിരുവനന്തപുരത്ത് നിന്ന് ജിബിൻ ജേബിയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്. പിടയ്ക്കുന്ന മീൻ എന്ന പേരിൽ വിപണിയിലെത്തുന്ന പല മീനുകളും കഴിച്ച് നമ്മൾ ആശുപത്രി കിടക്കയിൽ കിടന്ന് പിടയ്ക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം കഴിഞ്ഞ ഒരാഴ്ച 25 പേരാണ് മത്സ്യം കഴിച്ച് ഭക്ഷ്യവിഷബാധയേറ്റ് ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമുക്കൊന്ന് പരിശോധിക്കാം. ട്രോളിംഗ് നിരോധനം ആരംഭിച്ചതോടെ തിരുവനന്തപുരത്തെ തീരങ്ങളിലും മീൻ കുറഞ്ഞു. ഉള്ള മീനിന് താങ്ങാനാകാത്ത വിലയും. ഈ സാഹചര്യം മുതലെടുത്താണ് അന്യസംസ്ഥാനത്ത് നിന്ന് മീനുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്ന സംഘങ്ങൾ സജീവമായത്. ആഴ്ചകളും മാസങ്ങളും അമോണിയത്തിലിട്ട് സൂക്ഷിച്ച മത്സ്യങ്ങളാണിതെന്നാണ് ആക്ഷേപമുയരുന്നത്. വിഴിഞ്ഞത്തെ മീൻ ഒരു കേടുപാട് വരില്ല. ഇത് മഹാരാഷ്ട്ര മീൻ, അങ്ങ് ആന്ധ്ര മീൻ, തൂത്തുക്കുടി മീനൊക്കെ എല്ലാം വേസ്റ്റ് മീൻ. എത്ര വേസ്റ്റ് മീനോ അത്രയും കൂടെ ചുമ്മാ കൊടുക്കണം മാർക്കറ്റിൽ കയറുന്നത്. എത്രയും ആൾക്കാർ വിഴിഞ്ഞം പേര് വെച്ചാണ് അയ്യമാത്ത മീനുകൾ കൊണ്ടുപോകാൻ വെക്കണം, എല്ലാ മാർക്കറ്റിനും കൊണ്ടുപോകണം.
തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും അധികം മത്സ്യബന്ധനം നടക്കുന്നതും മത്സ്യം വിൽപ്പനയ്ക്കായി എത്തിക്കുന്നതും വിഴിഞ്ഞം കടപ്പുറത്താണ്. എന്നാൽ ട്രോളിംഗ് ആരംഭിച്ചതോടെ ഇവിടെയും വറുതിയാണ്. പക്ഷേ വിഴിഞ്ഞം ഫ്രഷ് മീൻ എന്ന പേരിൽ ഇപ്പോഴും തിരുവനന്തപുരം ജില്ലയിലെ പല ഭാഗങ്ങളിലും മീൻ വിൽപ്പനയ്ക്കായി എത്തുന്നുണ്ട്. എന്നാൽ ഇതൊന്നും തങ്ങളുടെ മീനല്ല, അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നതാണെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ പരാതി. നമ്മൾ ഇവിടെ നിന്ന് ഇന്ന് പോയി ഇന്ന് പിടിച്ച് ഇവിടെ വിൽക്കണ മീനാണ് ഇന്നുള്ളത്. ഇവിടെ ഒരു മാസം കഴിഞ്ഞ മീൻ വലിയ റാളിങ് ബോട്ടിലെ മീനാണ് ഇവിടെ വണ്ടിയിൽ വരണത്. നമ്മൾ ഇന്ന് പിടിക്കണ മീൻ ഇന്ന് തന്നെ ഇവിടെ നിന്ന് കഴിക്കും. അല്ലാതെ വിൽക്കുന്നതെല്ലാം വണ്ടി മീനുകളാണ്. അമ്മോണിയല്ല, ഉപ്പടിച്ച് വരണതാണ്. മീൻ മോശം, അത് രോഗങ്ങളുണ്ടാവും. ഈ ഐസ് അയ്യപ്പാത്ത അമ്മോണിയം ചേർന്ന മീൻ 10 രൂപ കുറവുണ്ടെന്ന് അവർ അതേ വാങ്ങിക്കും. അതാണ് അവർക്കിത് പറ്റുന്നത്. ആ മീൻ വാങ്ങിക്കാതെ ഇരുന്ന ആ മീൻ കൊണ്ടുവരില്ല. അത് നല്ല ക്ലാമറായിട്ടിരിക്കും. മീൻ ക്ഷീണിച്ചിരുന്ന അത് ചീഞ്ഞ മീനാണ്, ദിവസമായ മീനാണ്. അതെല്ലാം അമോണിയിട്ട് കൊണ്ടുവന്ന് മാസങ്ങൾ കഴിഞ്ഞുള്ള മീനുകളാണ്. അത് കാണുമ്പോഴേ മനസ്സിലാവും. ഇവിടുത്തെ മീനുകളുണ്ടല്ലോ, ഈ പൂന്തറ ഉള്ള സ്ത്രീകളൊക്കെ പിന്നെ അവിടങ്ങളിൽ പോയി മീൻ വാങ്ങിച്ചിട്ടൊന്ന് ഇവിടെ നിന്ന് കുറച്ച് മീൻ വാങ്ങും. അതിനെ വെച്ച് അങ്ങ് കൊണ്ടുപോയിട്ട് പറയും ഇത് വിഴിഞ്ഞ മീനാണ്. ഉൾക്കടലിൽ പോകുന്ന ബോട്ടുകൾ മത്സ്യവുമായി തിരികെ എത്താൻ ഒരാഴ്ച വരെ എടുക്കാം. പിടികൂടുന്ന മത്സ്യം ഫ്രീസറിൽ -18 ഡിഗ്രി ഊഷ്മാവിൽ സൂക്ഷിക്കണമെന്നാണ് നിയമം. ഐസിൽ സൂക്ഷിച്ചാൽ 1 കിലോ മത്സ്യത്തിന് 1 കിലോ ഐസ് എന്നാണ് കണക്ക്. പക്ഷേ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് മത്സ്യങ്ങൾ കൊണ്ടുവരുന്നവർ ഇതൊന്നും തന്നെ പാലിക്കുന്നില്ല. ഇതൊക്കെയാണ് ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമാകുന്നത്. മീൻ കഴിച്ചതിനെ തുടർന്നുണ്ടായ ഭക്ഷ്യവിഷബാധയെ തുടർന്ന് 25-ലധികം പേരാണ് തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ചികിത്സയിലുള്ളത്. വിവിധയിടങ്ങളിൽ വളർത്തുമൃഗങ്ങൾക്കും ജീവഹാനി സംഭവിച്ചിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ കൃത്യമായ പരിശോധനകൾ ഇല്ലാത്തതാണ് ഇതിനൊക്കെ കാരണമായി വിലയിരുത്തപ്പെടുന്നത്. വിഴിഞ്ഞത്തെ മീനെന്ന് പറഞ്ഞ് ആൾക്കാർ വിൽക്കുന്നതാണ്. അങ്ങനെ പറഞ്ഞ് വിഴിഞ്ഞത്തിൻ്റെ പേര് അവർ യൂസ് ചെയ്യുകയാണ്. കള്ളം പറഞ്ഞാൽ അത് ചെയ്യാണ്. എങ്കിലേ ആ മീൻ അവർക്ക് വിറ്റ് പോവുള്ളൂ. ഈ പേര് ഉപയോഗിച്ച് അവർ മീൻ വിറ്റ് അവർക്ക് അതൊരു കച്ചവടം പോലെ നടത്തിക്കൊണ്ടുപോവുകയാണ്. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. പച്ച മീൻ തിളങ്ങുന്നത് പോലെ തന്നെയാണ് അമോണിയത്തിലിട്ട മീനും തിളങ്ങുന്നത്. വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കുക. 10 രൂപ അധികം നൽകിയാലും ഫ്രഷ് മീൻ തന്നെ വാങ്ങാൻ ശ്രമിക്കുക. അഭിജിത്തിനൊപ്പം ജിബിൻ GB, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. അങ്ങനെ പൊതുജനം കഴുതയല്ല സാറിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി 24ന്റെ സജീവ സംവാദ പരിപാടിയായ എൻകൗണ്ടറുമായി ചേരുന്നു ഹാഷ്മി താജ് ഇബ്രാഹിം.